ലോകകപ്പ് ഫുട്ബോളുമായി ഇതിഹാസ താരം പെലെ അലൻ അരീന സ്റ്റേഡിയത്തിലേക്ക് കടന്നുവന്നു. ടെലിവിഷനുകൾക്ക് മുൻപിൽ 150 കോടി ആരാധകർ സാക്ഷിയായി 18ാം ലോകകപ്പിന്റെ ഉദ്ഘാടനം ജർമ്മൻ പ്രസിഡന്റ് ഹോസ്റ്റ് കോളർ നിർവഹിച്ചു. എന്താ ഇത് പ്രബന്ധപാരാണോ? പത്രം തുറന്നാലിപ്പോ ഫുട്ബോൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അശോകേട്ടാ. അതങ്ങനെ. ലോകകപ്പ് ക്രിക്കറ്റ് നടക്കുമ്പോൾ ക്രിക്കറ്റ് ജ്വരം, ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒളിമ്പിക് ജ്വരം, ഇപ്പൊ ഫുട്ബോൾ. അല്ല, നീ ഇതൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യാൻ? നിനക്ക് സ്പോർട്സിന്റെ ABCD അറിയില്ലല്ലോ. എനിക്ക് ഫുട്ബോൾ അറിയില്ല, ശരി തന്നെ. പക്ഷേ വേണമെന്ന് വെച്ച് മനസ്സിരുത്തിയാലേ ഞാനും അത് പഠിക്കും. പക്ഷെ അശോകേട്ടൻ പറഞ്ഞ പോലെ ലോകം മുഴുവൻ ഇപ്പൊ ഫുട്ബോളിന് പുറകില്ല. ഇവിടെ വനിതാ ക്ലബിലെ പെണ്ണുങ്ങളും ഫുട്ബോളിന്റെ കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോ ഞാനും ഒന്ന് ഷൈൻ ചെയ്യണ്ടേ? അതെ, ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ല ഫുട്ബോൾ. അതൊരു ഗെയിമാണ്, മനസ്സിലായോ? എന്തൊക്കെയാണെങ്കിലും ശരി, ലോകം മുഴുവൻ ഫുട്ബോൾ ലഹരിയിലായിരിക്കുമ്പോ ഞാനേ അതിന് വിട്ടിരിക്കുന്നത് തീരെ ശരിയല്ല. അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? എല്ലാവരും ഫുട്ബോൾ ജ്വരത്തിലായിരിക്കുമ്പോ എനിക്ക് ഒരു ഫുട്ബോൾ ടൈഫോയിഡെങ്കിലും വേണ്ടേ? മോൻ വായിച്ച് പഠിട്ടാ. ലോകകപ്പ് ട്രോഫിയുമായി ഇതിഹാസ താരം പെലെ അലൻ. പെലെ അതാര്? മണിയനാ? സോറി മണിയാ, ഞാൻ ഈ ഫുട്ബോൾ ലഹരിയില് മതോന്മത്തനായി പോയി. അയ്യാ, ഞാൻ വായി വരുന്ന വല്ലതും വിളിച്ച് പറയേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മതത്തിൽ കൂടുന്നുണ്ട്. എന്നാ പിടി. അതുകൊണ്ട് ആർക്കീ ബാള്? ഇത് നമ്മുടെ മായ മാഡത്തിനാണ്. മായ മാഡം ഫുട്ബോളിന്റെ മാസ്മര ലഹരിയിൽ വീണ് കഴിഞ്ഞു. കളി പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അശോക് സാർ സമ്മതിച്ചാ? എടാ മണിയാ, ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ്. ഈ ഉത്സവം ആഘോഷിക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ട കേട്ടാ. മായ മാഡം ആ ഉത്സവ ലഹരിയില് വീണ് കഴിഞ്ഞു. അങ്ങനെയുണ്ട്. ഇയാൾ അർജന്റീനയിലാണ് ജനിച്ചത്. ഡേ, സത്യം പറഞ്ഞ എനിക്കിപ്പോ ഫുട്ബോൾ ജ്വരമാണ്. ഇപ്പൊ ആളുകൾ സംസാരിക്കുന്ന പോലും ഫുട്ബോൾ രീതിയിലാ. നീ അവിടുന്ന് മാറിയില്ല, ഓഫ് സൈഡാ. എന്തോന്ന് ഓഫ് സൈഡാ? എന്തോന്നാ? എടാ നീ ഇപ്പൊ ഓഫ് സൈഡ് ആണ്. നീ അവിടുന്ന് കുറെ എക്സ്ട്രീമിലോട്ട് മാറിയേക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ബനാന കിക്കാന്ന് നീ സഡൻ ഡെത്തായി പോകും കേട്ടാ. മര്യാദയ്ക്ക് സംസാരിക്കണേ. ആഹാ, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സഡൻ ഡെത്തിന്റെ ഞാൻ ആയിസത്താതെ കൊള്ളിയാവുന്നില്ല. നീ ഇവിടെ കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ഇവിടെ സിസർ കട്ട് ചെയ്ത് ട്രിപ്പിൾ ചെയ്യാൻ എനിക്കറിയാം കേട്ടാ. അങ്ങനെ ചെയ്യൂലേ? നിങ്ങളുടെ മുഖം ഞാൻ ഈ പരുവത്തിലാക്കും. നീ ഇവിടെ ഒന്ന് കൂടുതൽ വാചോടിച്ചല്ലേ, നിന്നെ ഒരു ഫൗളും ചെയ്ത് റെഡ് കാർഡ് കാണിച്ച് പുറത്തിരുത്താൻ എനിക്കറിയാം കേട്ടാ. റെഡ് കാർഡ് റേഷൻ കട കാണിച്ചാ മതി. ആര് ബാലപ്പനെയാ വിളിക്കണേ? എന്തുവാ പറയുന്നേ? തരൂല. കളി മുട്ടി നിൽക്കുമ്പോ ബാള് തട്ടിക്കൊണ്ട് പോവരുത്. വീട്ടിൽ മണിയാ തരൂല. ചേച്ചി, ചേച്ചി, ചേച്ചി. ഓ, ഫുട്ബോൾ കിട്ടി. താങ്ക് യു ബാലപ്പ, താങ്ക് യു. ഇനി വേണം എനിക്ക് കുറച്ച് റൺസ് സ്കോർ ചെയ്യാൻ. റൺസാ? റൺസ് എന്നൊക്കെ പറയുന്നത് ക്രിക്കറ്റിലാണ്. ഈ ഫുട്ബോളിൽ നമ്മൾ ഓടൂലോ ഈ ബോളിന്റെ പുറകെ. ആ ഓട്ടം വേറെയാണ്, ഇത് റണ്ണിങ് ആണ്. റൺസ് റണ്ണിങ്. ആര്? മറ്റേ റൺസ് ആയിരുന്നാലും ശരി, മറിച്ച റൺസ് ആയിരുന്നാലും ശരി, എനിക്ക് നാണക്കേട് ഉണ്ടാക്കി. അശോകേട്ടാ, അശോകേട്ടൻ എന്നെ കുറിച്ച് അഭിമാനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അല്ല ബാലപ്പ, എനിക്ക് കളിക്കാരുടെ പേരുകളൊന്നും അറിയില്ല. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ ബ്രസീൽ കളിക്കാരുടെ പേരൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അവസാനിക്കുന്നത്. എങ്ങനെ? ബെലീഞ്ഞോ, റൊണാൾഡീഞ്ഞോ, റൊണാൾഡോ, അങ്ങനെ ഈ പേരിന്റെ ഒക്കെ അവസാനം ഇഞ്ഞോ വരും. ഉദാഹരണത്തിന് ജബറ്റീനോ, റൊണാൾഡീഞ്ഞോ, ബെബറ്റീനോ, റബറ്റീനോ, കുനിഞ്ഞോ, മെലിഞ്ഞോ, നിവർന്നോ, കഴിഞ്ഞോ, കഴിച്ചോ, അങ്ങനെയൊക്കെ വരും. അല്ല ബാലപ്പ, ഈ സെഞ്ചുറി അടിക്കുന്ന എത്ര ബോളാകുമ്പോഴാ? ഓ ചേച്ചി പതുക്കെ. ചേച്ചി ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെഞ്ചുറി എന്നൊക്കെ പറയുന്നത് ക്രിക്കറ്റിലാണ്. ചേച്ചി ക്രിക്കറ്റ് ഫുട്ബോളൂടെ കൂട്ടിക്കുഴക്കല്ലേ. മായേ, ഞാൻ വീണ്ടും പറയാണ്, ഫുട്ബോൾ പത്രത്തിൽ വായിക്കാം, TV കാണാം, പക്ഷേ നിന്നെ കൊണ്ട് ഇതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സാറേ, സ്പോർട്സിന് വേണ്ടി മുൻകൈ എടുത്തിറങ്ങുന്ന ഭാര്യമാരെ നിരുത്സാഹപ്പെടുത്തരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ബാലപ്പ.
ഈ വനിതാ ക്ലബിലെ കുറച്ച് പേരെ കൂടെ നമുക്ക് വിളിക്കണം. എന്നാലും ഒരു ടീമായിട്ട് കളിക്കാൻ പറ്റൂ. വിളിക്കാം, ഇപ്പൊ തന്നെ വിളിക്കാം. ആദ്യം പരിശീലനം. എന്ത്? ഇതിനെയൊക്കെ പരിശീലിപ്പിക്കാൻ ഞാൻ തന്നെ കാശിറക്കണ്ടേ പാലപ്പാ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. കോച്ച് കൺമുമ്പിൽ തന്നെ നിൽക്കല്ലേ. ആര്? ഞാനാ സാറേ. കൊള്ളാം, നല്ല കഥ. അപ്പൊ നിങ്ങക്ക് എന്നെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ഞാനൊരു ഹൈ ക്ലാസ് കോച്ചാണ്. കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് നടക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനൊരു കോച്ചാണെന്ന്. ഓ, അത് ശരി. ആ അങ്ങനെയാണെങ്കിൽ പാലപ്പ് തന്നെ മതി കോച്ചിങ്. ആ, ഇന്ന് തന്നെ നമുക്ക് കോച്ചിങ് ആരംഭിക്കാം. ആയിക്കോട്ടെ. പിന്നെന്ത്? ആ, അടിക്കേ. ആ, കമാൺ. ആ, നല്ല ബെസ്റ്റ് കിക്ക്. താങ്ക് യു. പക്ഷേ അശോകട്ടൊരു വിചാരമുണ്ട്, ഇതും ക്രിക്കറ്റ് കളിയും ആണുങ്ങൾക്ക് മാത്രമുള്ള കുത്തകയാന്ന്. അല്ല, അതാണ് ഈ മേഖലയില് പെണ്ണുങ്ങൾ കൂടി കടന്നു വരണം. എനിക്കെന്തായാലും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയേ പറ്റൂ. അതിനു മുമ്പ് ഈ ഫുട്ബോളും ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. കമാൺ ബോയ്സ്, കമാൺ. അത് ബോയ്സ് അല്ല. ഫുട്ബോളിൽ എല്ലാവരും ബോയ്സ് ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഫുട്ബോൾ എന്താണ്, ക്രിക്കറ്റ് എന്താണ്? അത് ഞങ്ങൾക്കറിയാം. എന്താണ് അറിയാവുന്നത്? ഫുട്ബോളിന്റെ ബോള് വലുത്, അതെ. മറ്റേ ക്രിക്കറ്റിന്റെ ബോൾ ചെറുത്. അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഈ പന്ത് കാലുകൊണ്ട് തട്ടാനുള്ള സൗകര്യമുണ്ട്. ചെറുതായിരുന്നെങ്കിൽ ബാറ്റ് വേണ്ടി വന്നേനെ. അപ്പൊ നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞത് വെറുതെയാണ്. പിന്നല്ലാതെ നമുക്ക് കളി ആരംഭിക്കാം. ഓക്കെ, എല്ലാവരും റൊണാൾഡീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടിക്കാം. അത് ഫുട്ബോളിന്റെ ഭഗവാനാണ്. പുള്ളി ഓർക്കണോ? പുള്ളിക്കാരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം അടിക്കാൻ. ഈശ്വരനെ ഓർക്കണ്ടേ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഈശ്വരൻ തന്നെ. ബോയ്സ് അല്ലേ, ഏഴ് ഭാഗത്തിന് മാറും. അതുപോലെ വന്ന് ഇടിച്ചാലോ നിങ്ങളെ കാര്യം. ഓക്കെ, സിക്സ്. അത് ഈ കളിയിലല്ല. എങ്ങനെയുണ്ട് ആ ഫോഴ്സ് കണ്ടില്ലേ? ഓ, അപാരം തന്നെ കേട്ടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആ പന്തിനെ കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ആ പന്തിനെ പ്രതീക്ഷിക്കണ്ട. അതെന്ത്? അത് ശൂന്യാകാശത്ത് എവിടെയോ പോയി. അടുത്ത് വന്നിട്ട് കിടക്കുന്ന പന്ത് ഇത് ഇവിടെ ഇട്ടിട്ടാണ്. മായ ചുമ്മാ കാല് കുടഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് അപ്പൊ ബാളില് കാല് ടച്ച് ചെയ്തേ ഇല്ല. ടച്ച് ചെയ്തില്ല. ഇങ്ങോട്ട് വാ, നമുക്ക് ഒന്നുകൂടെ അടിക്കാം. അങ്ങോട്ടേല് റോജർ മില്ലെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് അടിച്ചാൽ മതി കേട്ടാ. ഒരു വില്ലനെ ഞാൻ വിചാരിക്കൂല, ഞാൻ അശോകനെ മാത്രം മനസ്സിൽ വിചാരിക്കും. ആരെങ്കിലും വിചാരിക്കേ. കുറച്ചുകൂടെ ബാക്കിലോട്ടില്ല. റെഡി? സ്ട്രൈറ്റ് അടിക്കണേ. ഓക്കെ, ബോയ്സ് മാറിയേക്കേ. റെഡി? വെരി ഗുഡ്. ഞാനില്ല. അവിടെ കൈയും കെട്ടിയുന്ന അമ്മാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും പ്രാക്ടീസ് നാളത്തേക്ക് മാറ്റാം. ആര് ബെല്ലടിച്ചത്? നീ ആയിരുന്ന? അയ്യേ, ഇതെന്തോ നിങ്ങളുടെ മുഖത്ത്. എടാ, ഇത് അർജന്റീനയുടെ പതാകയാണ്. ഫുട്ബോളില് നമ്മളും ഭ്രാന്തന്മാരാണ്, നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. അല്ല, അത് പോട്ടെ. ഫുട്ബോൾ ഫൈനലിന്റെ അന്ന് ഇവിടെ ബിഗ് സ്ക്രീനിൽ പ്രദർശനം ഉണ്ടെന്ന് പറയുന്ന കേട്ട്. അത് മാത്രല്ലടേ, ഒരു 100-150 പേർക്ക് അടിപൊളി സദ്യ ഉണ്ട് തന്നെ. അപ്പൊ ഞാൻ ഇവിടെ അങ്ങ് കൂടാ അല്ലേ? എന്ത് ധൈര്യമായിട്ട് കൂടാലോ. ആ, നല്ല മണിയായിരിക്കുന്നുണ്ടോ? മണിയാ കണ്ടടാ. അയ്യേ, എനിക്കാണ്ട് എന്തോ അത് ശരി. അപ്പൊ എല്ലാവരും മുഖത്ത് ഭൂപടം വരച്ചോണ്ട് ഇറങ്ങിയിരിക്കാണല്ലേ? നിനക്കെന്താ ഒരു പുച്ഛം? അതെ, ഇതൊക്കെ ഒരുതരം പ്രാന്താണ്. പ്രാന്ത് എനിക്കാണ്ട. ആണോ? ഈ ലോകം മുഴുവൻ ഇപ്പൊ ഫുട്ബോൾ ഭ്രാന്തിലാണ്. ആ ഭ്രാന്ത് ഇല്ലാത്തവർക്കാണ് യഥാർത്ഥ ഭ്രാന്ത് കേട്ടാ. അപ്പൊ നീ ആരാണ്? ഭ്രാന്തൻ. എന്നെ പ്രാന്താന്ന് വിളിക്കല്ലേ? നിന്നെ ഭ്രാന്താന്ന് വിളിക്കും. നിനക്ക് തലഭ്രാന്താണ്. തലഭ്രാന്ത്. എന്നെ പ്രാന്താന്ന് വിളിക്കരുതെന്ന്. വിളിച്ചാ നീ എന്താ ചെയ്യും? നിനക്ക് ഭ്രാന്താണ്. ഭ്രാന്താ 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 ഇല്ലേ? ഇന്നാ കണ്ടോ, ഐ ലവ് ബ്രസീൽ. ഞാൻ ബ്രസീലിന്റെ ആളല്ലേ? ബ്രസീൽ ഏറ്റവും കൂടുതൽ കപ്പുകൾ എടുത്തിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ. ചായക്കപ്പായിരിക്കും. നീ വലിയ ഫുട്ബോൾ ചാമ്പ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാൻസിനെ കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കേട്ടാ. പരമ കഷ്ടമാണ്. ബ്രസീലിനെക്കാള് കളിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് അർജന്റീനയാണ്. അർജന്റീന ഇത്ര അർജന്റായിട്ട് കളിച്ചു നോക്കുന്ന ഒരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. അർജന്റീനയ്ക്ക് എന്തോന്നാണ് കുഴപ്പം? അർജന്റീനയ്ക്ക് കുഴപ്പമേ ഉള്ളൂ. ഫ്രാൻസ് ആണ് ഏറ്റവും നല്ല ടീം. അതുപോലെ തന്നെ ലോകകപ്പ് കളിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ നല്ല ബെസ്റ്റ് കളിക്കാരുണ്ട്. അത് വളരെ കറക്റ്റ് ആട്ടോ.
നമ്മൾ ഒരിക്കലും ഇന്ത്യയെ തള്ളിപ്പറയാൻ പാടില്ല. അതാണ് എന്ത് പറഞ്ഞാലും അർജന്റീനയുടെ അത്ര വരൂല. പിന്നെ വന്ന് അർജന്റീന 2 പ്രാവശ്യം ലോകകപ്പ് എടുത്ത ടീമാണ് അർജന്റീന. അതുപോലെ മറഡോണെ പോലുള്ള നല്ല കളിക്കാരുള്ള അർജന്റീനയിലാണ്. അതുപോലെ തന്നെ ഗ്രീസിനെ പിടിച്ചാ കിട്ടൂല. ഗ്രീസിൽ മാത്രമല്ല, വെളിച്ചെണ്ണ പാമോയിൽ പോലുള്ള ഏതെണ്ണ പിടിച്ചാലും കിട്ടൂല അല്ലേ? തന്നെ എത്രയോ നല്ല കളിക്കാരുള്ള വേറെ രാജ്യങ്ങളുണ്ട്. അതിനിടയ്ക്കാണ് നിങ്ങളുടെ ഉണക്ക ഫ്രാൻസ്. നീ എന്നെ എന്താ വേണമെങ്കിലും പറഞ്ഞോ, എന്റെ വീട്ടുകാരെ വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ ഫ്രാൻസിനെ കുറിച്ച് ഫ്രാൻസിനെ കുറിച്ച് പറഞ്ഞ എന്തോ നിങ്ങൾ നീ പറഞ്ഞ വിവരം അറിയടാ. ഞാൻ കേട്ടാ അയ്യോ, ഫ്രാൻസ് എന്ന് പറഞ്ഞ നിങ്ങളുടെ മൂത്ത അപ്പച്ചിയുടെ വീട്. ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ഇത്ര ഫ്രാൻസിനെ തൊട്ട് കളിക്കുന്ന വെറുതെ. നിങ്ങൾ അതൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാതെ. അതെ, ഞാനൊരു ഫുട്ബോൾ കഥ പറയാം. ഉള്ള കഥ വേണം പറയാൻ. പണ്ടൊരിക്കല് നമ്മുടെ മറഡോണ ഒരു കളിയില് ഒരൊറ്റ അടി അടിച്ച് എന്ത് പറ്റിയെന്നറിയാവോ? ബോള് ചെന്ന് ഒരു പ്ലെയിനിൽ ഇടിക്കേണ്ടതായിരുന്നു. നിലത്ത് കിടന്ന പ്ലെയിനിലായിരിക്കും. നിലത്ത് കിടന്നല്ല, മോളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നേല്. പിന്നെ അതിനുശേഷം ഈ മറഡോണ അത്രയും ഉയരത്തിൽ പന്തടിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ മറഡോണ അർജന്റീനയും. അതുപോലെ ഇന്ത്യയിൽ ഒരു കളിക്കാരനുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് കളിക്കാരുണ്ട്. ഇപ്പൊ മിണ്ടായിരിക്കും. ഈ സിനിമയിലൊക്കെ അഭിനയിച്ച അയ്യോ അയാളുടെ പേരെന്താ? വിജയൻ. നമ്മുടെ വിജയേട്ടൻ. ഈ വിജയന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ വിജയേട്ട ആരാന്നറിയാവോ? മോൻ വിജയൻ ഭയങ്കര മോനാണ് ഈ വിജയൻ. ഞാൻ ഒരിക്കൽ തൃശ്ശൂരോ മറ്റോ പോയപ്പോഴാണെന്ന് തോന്നുന്നു, ഈ വിജയേട്ടൻ പന്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നത് ഒറ്റ അടിയാണ്. നിങ്ങൾ അവിടെ ചെന്നാലും അടി കിട്ടുമല്ലോ. ഇത് അതല്ല, ബാളിനിട്ട് ഒറ്റ അടിയാണ്. ബാള് മുകളിലോട്ട് അങ്ങ് പോയി. ഈ പറഞ്ഞ 22 പേരും കാത്തിരിക്കുകയാണ് ബാളിന് വേണ്ടി. ചുമ്മാ ഒരു ദിവസമായി, 2 ദിവസമായി, 5 ദിവസമായി ബാള് കാണുന്നില്ല. അത് വല്ല പൊട്ടക്കിണറ്റിലോ കുറ്റിക്കാട്ടിലോ പോയിട്ടുണ്ട്. പൊട്ടക്കിണറ്റിലോ കുറ്റിക്കാട്ടിലോ ഒന്നും അല്ല. എവരിങ്ങനെ കാത്തിരുന്ന് 13 പന്ത് കിട്ടി. ആ പന്തിന്റെ കൂടെ ഒരു കത്തും. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കത്തില്ല. ആ എഴുത്ത് വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാവോ? ഇനി മേലാൽ ഈ പന്ത് ചൊവ്വയിലോട്ട് അടിച്ചു വിട്ടാൽ അത് തിരിച്ചു തരത്തില്ലെന്ന്. ഇത് നമ്പർ 1. അമ്മയാണ്, ദൈവത്തിനാണ് അന്ന സത്യം, ഈ ചായ സത്യം. കത്ത് വന്ന് എന്തോന്ന്? ഇവിടെ ചൊവ്വയിൽ ജീവന്റെ സ്പന്ദനം ഉണ്ടോ നോക്കാൻ പോയ ശാസ്ത്രജ്ഞന്മാരുടെ കമ്പ്യൂട്ടറിന്റെ മേളിലാണ് ഇതെന്ന് വീണത്. അവര് പറഞ്ഞു ഒന്നീ വിജയം കളി നിർത്തണം, അല്ലെങ്കിൽ അവര് പണി നിർത്തുമെന്ന്. പിന്നെ വിജയം കളിച്ചിട്ടില്ല. അമ്മയാണ്. അതെ, ആര്? ചൊവ്വ ഇത്രയും ബെല്ലടിച്ചിട്ട് നിങ്ങൾക്ക് ചെവിയാക്കത്തില്ലേ? നമ്മൾ ശ്രദ്ധിച്ചില്ല. ഞാൻ നോക്കിട്ടേ. ആരാ? അയാളില്ലേ? ആര്? ഇവിടുത്തെ ഒരു പെണ്ണുമ്പിള്ളയില്ലേ, അവളെ കെട്ടിയവൻ. അതെ, ഇഞ്ഞു വന്നേ. നിങ്ങളാണോ? ഞാനല്ല. ഇഞ്ഞു അയാളോട് സംസാരിച്ചിട്ട് സാറിനെ തിരികെ വന്നേ. എന്താ? എന്റെ അപ്പനെ അപ്പുറത്തെ വിളയിൽ നിന്ന് പശുവിനെ പുല്ല് മേച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പെണ്ണുമ്പിള്ള വാളടിച്ച് അപ്പനെ തലയെ കൊണ്ട് തലമണ്ട പൊട്ടി. ആടെ തലമണ്ട തേങ്ങയുടെ അത്ര ഉണ്ട്. ദേ ചോരയും വരുന്നു. 1000 രൂപയായി. 1 2 അല്ല, 1000 രൂപ ഹോസ്പിറ്റൽ ബില്ലായി. പൈസ തരണം. 1000 രൂപ ചുള പോലെ എണ്ണി കൊടുത്താണ്. പക്ഷെ ഇത് ഇവിടെ അടയ്ക്കാൻ പറ്റില്ല. അവിടുത്തെ ആശുപത്രിയിലെ കൗണ്ടറില്ലേ, അവിടെ തന്നെ അടയ്ക്കണം. ആര്? അല്ല, അവിടെ അടയ്ക്കണം. ഞാൻ അടക്കണം. ഇവിടുന്ന് അടിച്ചു വിട്ടാൽ ഞാൻ അടയ്ക്കണം. സുഹൃത്തെ തരും സാറേ, നമ്മൾ കൊടുക്കണം. എന്താ അവിടെ? മായ ചേച്ചി ഗ്രൗണ്ടിൽ ഒരു തന്നെ പന്തടിച്ചിട്ടില്ലേ? അവര് എന്നെ വന്ന് നിൽക്കണം. തലയിൽ തൊപ്പി അവർക്ക് മാറി. ഞാൻ കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കണം. പന്തടിച്ചിട്ട് അല്ല, അതിപ്പോ മായ ചേച്ചി അടിച്ചിട്ടാണ്. കൊടുക്കണം. ഒരു കാര്യം സാറ് തരണ്ട. ഞാനും അച്ഛനോട് വീട്ടിൽ കയറി താമസോളാം. അതൊന്നും വേണ്ട, കാശ് തരും. കൊടു സാറേ, 1000 രൂപ. സമയമല്ല, പോട്ട്. ഇനി ഒരുപാട് ഇത്ര ഉള്ള 500 എത്ര ഇട്ട് എണ്ണിയാലും 1000 പോട്ട്. അച്ഛൻ 500 രൂപ വെച്ചോ. വാ പോട്ട്. പോ. നമ്മുടെ അടുത്താ കളി. ദൈവമേ, എന്റെ 1000 പോയേനെ. ഇന്നത്തോടെ നിർത്തിക്കോണം. എന്ത് നിർത്താൻ? നിന്റെ ഈ ഫുട്ബോൾ പഠിത്തം. അശോകേട്ടാ, അശോകേട്ടൻ എന്നോട് ഈ വീട്ടിൽ താമസിക്കരുതെന്ന് പറ, ഞാൻ കേൾക്കും. നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറ, ഞാൻ അനുസരിക്കും. ഫുട്ബോൾ ഉണ്ടല്ലോ, അത് മാത്രം നിർത്താൻ അശോകേട്ടനോട് പറയണ്ട. ഇന്ന് എനിക്കൊരു കാര്യം അറിയണം. നിനക്ക് ഞാൻ വേണോ ഫുട്ബോൾ വേണോ? ഫുട്ബോൾ. ഞാൻ ആ ബോൾ എടുത്ത് കുത്തിക്കേറി ചീന്തിക്കളായി. എല്ലാം കുത്തിക്കേറിക്കളാ. അതെ, ഒരു ബോളിന്റെ സ്ഥാനത്ത് 1000 ബോൾ ഉണ്ടാവും, മനസ്സിലാക്കത്. നിർത്തണേ. നീ പന്തടിച്ച് തലവത്തിനെ തള്ളിയിട്ട് ഒരാളാ അവിടെ പുറത്തു വന്നിരിക്കുന്നത്. എന്റെ രൂപ എത്ര ചെലവായെന്നറിയോ? 1000 രൂപ ഞാൻ ഇപ്പൊ കൊടുത്തു. നാളെ പറഞ്ഞു പഠിക്കല്ലേ അശോകേട്ടാ. അതിൽ നിന്ന് അശോകേട്ട ഒരു കാര്യം മനസ്സിലായില്ലേ? എന്റെ കിക്കിന്റെ ഒരു ഫോഴ്സ്. ഈ കിക്ക് ജർമ്മനി വെച്ച് വല്ല ആയിരുന്നെങ്കിലേ ഗോളായനെ ഗോള്. എന്റെ ഭാഗ്യം നീ വെടിവെച്ച് പരിശീലിക്കാത്തത്. ദേഹത്ത് വീണോ? വീടിനകത്താണോ പന്ത് കെട്ടി കളിക്കുന്നത്? ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ പുറത്തുപോയി കളിക്കണേ.
24 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണമെന്നാ പാലപ്പ കോച്ച് പറഞ്ഞിരിക്കുന്നേ. അറിയാത്ത പോലെ. ഇത് വലിയ ശല്യമായല്ലോ. നീ പ്രാക്ടീസ് ചെയ്തത് എനിക്ക് കിടക്കപ്പുറത്ത് ഇല്ലാണ്ടായി. അയ്യടാ, അശോകേട്ടന് അസൂയല്ലേ? നിന്നോട് അസൂയപ്പെടാൻ നീ ആര്? സാനിയ മിർസ. ഞാനേ സാനിയ മിർസയാകും, വേണമെങ്കിൽ ചാമ്പ്യാകും. വനിതാ ക്ലബിലുള്ളവർക്കേ എന്റെ കിക്കിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. നോക്കട്ടാ. തൊലച്ചു. നീ എല്ലാം തകർത്ത് തരിപ്പണമാക്കുമല്ലേ? ചെല്ല് നോക്ക് എന്താ പൊട്ടിയെന്ന്. അത് വല്ല പാത്രം വീണതായിരിക്കും. ഇന്നലെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ പോലും ബോൾ കൊണ്ട് പൊട്ടി. പിന്നെ അതും പൊട്ടിച്ചോ? അശോകേട്ടൻ ആ പത്രം കാണിച്ചേ. ആവശ്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഫുട്ബോൾ പ്രവചന മത്സരം ഒന്ന് പൂരിപ്പിക്കട്ടെ. ഇന്ന് ഉറുക്കുമായിട്ടാണോ കളി? ഞാനിന്ന് കലക്കും. ഉറുഗോടെ ഗോളിയാര്? ആരാ? നിന്റെ അച്ഛൻ അനന്ത മുതലാളി. അച്ഛനെ പറഞ്ഞു കളിക്കുന്ന. ഈശ്വര, രൂപ 3000 പോയല്ലോ. സാറിന്റെ മുഖത്ത് എന്തൊരു ക്ഷീണം. ഇന്നലെ വിളക്കായിരുന്നു ഫുട്ബോൾ കളി കണ്ട? ഫുട്ബോള് വേൾഡ് കപ്പ് തുടങ്ങിയ പിന്നെ നിന്നാണ മണിയാ ഞാൻ മനസ്സമാനത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടില്ല. അയ്യോ, ടിവിയിലെ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടാ അവളിപ്പോ പ്രാക്ടീസ് ചെയ്തു. അത് ശരി. അപ്പ കാര്യങ്ങൾ അതുവരെ എത്തി. ഇതുവരെ ഗോൾ പോസ്റ്റ് എന്നും പറഞ്ഞ് ബോൾ അടിച്ച് കയറ്റി 2 TV അവള് തകർത്തു. അയൽവക്കത്തുള്ളവരുടെ ജനാല ചില്ലകൾ അത് വേറെ. സാറൊന്ന് ക്ഷമി. 1 മാസത്തേക്ക് പ്രാന്ത് കാണും. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഇല്ല മണിയാ, അതുവരെ ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സാറും ഫുട്ബോൾ കളിക്കാൻ ഒന്ന് ഇറങ്ങണം. ഇനി അതിന്റെ കുറവുകൂടിയേ ഉള്ളൂ. സാറേ, വിഷത്തിന് മരുന്ന് വിഷമാണ്. വജ്രത്തിന് വജ്രം കൊണ്ട് മുറിക്കാൻ പറ്റൂ. സാറ് ഒരു ഫുട്ബോൾ കളിക്കാരനാവണം സാറേ. നമുക്ക് ഉടൻ തന്നെ വനിതാ ക്ലബിന്റെ കീഴിൽ ഒരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കണം. ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. വനിതകളുടെ ഫുട്ബോൾ മാച്ച് കോളനിയിലെ പുരുഷ കേസരികളൊന്നും അറിയട്ടെ. പെണ്ണുങ്ങൾ ഫുട്ബോൾ കളിയിലെ പുറകിലല്ലെന്ന്. അതെ അതെ, ഇവിടെ എന്നെ പോലെ ഇൻബോൺ ടാലന്റായ പെൺകുട്ടികളില്ലെങ്കിലും താല്പര്യമുള്ളവരെ കണ്ടെത്തി ട്രെയിനിങ് കൊടുത്ത് ശരിയാക്കാം. ഞാനിക്കാര് സുമയോട് പറഞ്ഞപ്പോ സുമയ്ക്കും താല്പര്യമുണ്ട്. പക്ഷേ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരിക്കും. ആ, അതൊക്കെ പോട്ടെ. ഇത്തവണ ലോകകപ്പ് ആര് കൊണ്ടുപോകും? സംശയം എന്ത്? അർജന്റീന തന്നെ. ഐവറി കോസ്റ്റിനെതിരെ ആദ്യ ഗോൾ നേടിയ അർജന്റീനയുടെ ഹെർണൻ ക്രെസ്പോയുടെ പ്രകടനത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ അതേ സ്ട്രൈക്ക് ക്രെസ്പോയ്ക്കും. റൊണാൾഡീഞ്ഞോ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. നീ എന്താ മിടിച്ചു നോക്കുന്നത്? ഈ വേഷത്തിൽ അശോകേട്ടൻ ഇതെന്താ? എനിക്കും ഇപ്പോൾ ഫുട്ബോൾ കളിയിൽ ചെറിയൊരു താല്പര്യം. അതൊക്കെ പോട്ടെ. ലോകകപ്പ് ബ്രസീൽ കൊണ്ടുപോകുന്നു ഞാൻ പറയുന്നു. എന്തു പറയുന്നു? ഞങ്ങൾ സമ്മതിക്കില്ല. ലോകകപ്പ് അർജന്റീന കൊണ്ടുപോകും. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. ലോകകപ്പേ അർജന്റീനക്ക് തന്നെയാ. നമ്മൾ എന്തിനു തർക്കിക്കുന്നു? കാത്തിരുന്ന് കാണാമല്ലോ. കാണാം. അല്ല, അശോകേട്ടൻ എങ്ങോട്ട് പോകുന്നു ഈ വേഷത്തിലെ ബോളും? ഞങ്ങൾ ഈ കോളനിയിലുള്ള ആണുങ്ങൾ ഒരു ഫുട്ബോൾ അസോസിയേഷൻ രൂപം കൊടുക്കാൻ തീരുമാനിച്ചു. അയ്യോ പോട്ടെ, പ്രാക്ടീസ് ചെയ്യാൻ സമയം. താൻ എന്താ ഇങ്ങനെ ബ്ലിങ്കസ് ആയിട്ട് നിൽക്കുന്നത്? നമ്മൾ പെണ്ണുങ്ങള് ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങിയെന്നറിഞ്ഞിട്ടാ ഈ ആണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. അതെ അതെ, കോളനിയിൽ വനിതകൾക്ക് ഫുട്ബോൾ രംഗത്തുണ്ടാകാൻ പോകുന്ന പേര് തകർക്കണം. അതാണ് ഈ പുരുഷന്മാരുടെ ലക്ഷ്യം. മായ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. അറിയാലോ, ഇന്ന് വേൾഡ് കപ്പ് ഫൈനലാണ്. അവിടെ അർജന്റീന ജയിക്കുമ്പോ ഇവിടെ തോക്കുന്ന ആരാണ്? അശോക് കുമാർ സാറാണ്. അശോകേട്ട തോക്കുന്നത് എനിക്കൊന്ന് കാണണം. എനിക്കും കാണണം. അതെ, ഈ വനിതാ ക്ലബിന്റെ കൂടെ ആഹ്ലാദമായിരിക്കും. ഈശ്വര, അർജന്റീനയെ കാത്തുരക്ഷിക്കണേ ഭഗവാനെ. അർജന്റീന തോക്കാൻ ഞാൻ സമ്മതിക്കില്ല, അത് വേറെ കാര്യം. അശോകേട്ടാ, 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 ഫൈനൽ ഇപ്പൊ തുടങ്ങും. ഞാനത് നോക്കട്ടെ. അശോകേട്ടാ, അശോകേട്ടനല്ലേ വാതിൽ തുറക്കാൻ പറഞ്ഞേ? പൊട്ടിക്കാൻ പാടില്ല. കളിക്കുമ്പോ ഒരു കോർണർ കിക്ക് അടിക്കാൻ പറ്റും.
ഒരു ഗോൾ മിസ്സായി. ഐ. അശോകേട്ടാ, അശോകേട്ടാ, അശോക് സാറേ, അശോകേട്ടാ, വാതിൽ തുറക്കാൻ. അശോക് സാറേ, അശോക് സാറേ, വാതിൽ അശോക്, വാതിൽ തുറന്നേ. ആ, ഒരു ഗംഭീര പാസാണ് ഫൈനലാണ് കാണുന്നത്. ചേച്ചി വന്നെന്നാണ് തോന്നുന്നത്. സാർ ഒരു യഥാർത്ഥ ഫുട്ബോൾ ഭ്രാന്തനായിട്ട് അഭിനയിച്ചോണം. നീ പോയി കഥ തുറന്നോ. ആ, കളി തുടങ്ങിക്കോ. കളി ഉജ്ജ്വലമായ കളിയാണ്. അശോകേട്ടാ, എന്തുവാടേ ഇത്? നീ ഉണ്ടായിരുന്നു ഇവിടെ. മാറി ഇവിടുന്ന്. ഉജ്ജ്വലമായ വളരെ ആവേശകരമായ ഒരു കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അയ്യോ, ഇത് ആ, ഇതാണ് ഗോൾ പോസ്റ്റ്. ഞാൻ ഗോളി. ആ, പോസ്റ്റ് അടിച്ച് പൊട്ടിക്കരുത്. ആ, ഛെ. ഏയ്, അടുത്ത ആള് വരട്ടെ. ആ, അശോകേട്ടൻ എന്തായി കാണിക്കുന്നേ? അടുത്ത ആള് വരട്ടെ. ഐ, ഗോൾ. ഐ. മണിയാ, ഒരു ഗോളെ എന്താ ഇത്? ഇവിടെ ഇവിടെ. അടുത്ത. ആ, ഞാൻ ജയിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജയിച്ചു. ആ, എല്ലാവരും. നിങ്ങൾ ചെറുപ്പത്തിലെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ ഭാവിയിൽ നിങ്ങൾക്ക് റൊണാൾഡോയോ പെലെയോ ഒക്കെ ആകാൻ സാധിക്കൂ. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഫൈനൽ കാണണം. ആരാ നീ? അശോകേട്ടാ, ഞങ്ങൾക്ക് ഫൈനൽ കാണണമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ഫൈനൽ ഇപ്പോ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ഫൈനൽ. ഫൈനൽ വേണോ വേണ്ടേ തീരുമാനിക്കേണ്ട കളിയാണിത്. ആ, ഉജ്ജ്വലമായ കളി കാഴ്ചവെക്കണം. ആ, come on. ആ, come on. ആ, ball pass ചെയ്യൂ. Ball pass ചെയ്യൂ. Goal അടിക്കണം. മാഡം, ഇതത്ര നിസ്സാരമായിട്ട് കാണരുത്. അശോക് സാറിന് ശരിക്കും ഫുട്ബോൾ ഭ്രാന്തായെന്നാണ് തോന്നുന്നത്. അയ്യോ, എന്നെ എന്തിനു ചേച്ചി ഇങ്ങനെ നോക്കണത്? ദേ. ദാണ്ടാ, ഇവിടെ കുഴി കുത്തി പോസ്റ്റ് ഇടണമെന്ന് പറഞ്ഞപ്പോ ഞാനാണ് തടഞ്ഞത്. അയ്യോ, Ball കാണിക്കരുത്. ഞാൻ പറഞ്ഞു ബോൾ കാണിക്കരുത്. ഈ പിള്ളേരെ പറഞ്ഞു വിട്. ഇല്ല, എനിക്ക് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് നല്ല ഫുട്ബോൾ കളിക്കാരാക്കി മാറ്റണം. ഏട്ടന് ഇതെന്താ പറ്റിയത്? എനിക്കോ? ഞാൻ ഫുട്ബോൾ കളിയിൽ മതിമറന്ന് ആറാടുകയാണ്. നീ ഒരു ഫുട്ബോൾ പ്രേമിയാണോ? എങ്കിൽ നിനക്ക് ഈ കളിയിൽ പങ്കെടുക്കാം. കളി തുടങ്ങാം. മാഡം, ഇത് കടുത്ത ഭ്രാന്ത, ഉറപ്പാ. ആ, ഗോൾ. മായ, ഇങ്ങോട്ട് നോക്ക്. കഴിഞ്ഞ കുറേ ദിവസമായി നീ കാട്ടിക്കൂട്ടിയ ഫുട്ബോൾ മാനിയാക്കിന് നിനക്കൊരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്ന. വാ. ഞാൻ വരുന്നില്ല. അശോകേട്ടൻ എന്നോട് പ്രതികാരം ചെയ്യല്ലായിരുന്നു. ആ, ചെറിയൊരു പ്രതികാരം. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും മായ ഒരു സ്പോർട്സുകാരിയല്ലേ? വാ, ആ കുട്ടികളെല്ലാം ഫൈനൽ കാണാൻ വന്നിരിക്കുക. വാ, എണീറ്റ് വാ. നല്ല കുട്ടിയല്ലേ? വാ. അതെ, ഇന്നത്തെ കളിയിൽ ആരാ ജയിക്കുന്നത്? ആര് ജയിച്ചാലും നമ്മൾ തൂക്കാൻ പോണില്ല. ആ,